ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ട വച്ചൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇടിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഇഡലി പാത്രത്തിലേക്ക് എല്ലാ ഹോൾസിലേക്കും നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്കിത് സെറ്റായി വന്നോളൂ കേട്ടോ. അതിനുശേഷം നമുക്കൊരു അരപ്പ് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മുട്ട സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്തിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഇടിമുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.